പലപ്പോഴും ചോദ്യം ചെയ്യപ്പെടുന്നു. ഇന്ന് ഒറ്റപ്പെടലിന്റെയും ദാരിദ്ര്യത്തിന്റെയും തിരസ്കരണത്തിന്റെയും തടവറയ്ക്കുള്ളിൽ അനേക ജീവിതങ്ങൾ എരിഞ്ഞടങ്ങും. അവിടെ അവർക്കൊരു കൈത്താങ്ങാകാൻ നമുക്കാകും. സഹൃദയരെ, ഹ്യൂസ്റ്റൺ സെന്റ് ജോസഫിന്റെ അഭിമാനമായ സെന്റ് സെബാസ്റ്റ്യൻ വാർഡിലെ ചുണക്കുട്ടികൾ അണിയിച്ചൊരുക്കുന്ന ഒരു എളിയ കലോപഹാരം, മാളിക വീട്. സംവിധാനം മാർഗദർശിയിലെ മായാജാലം രാജേഷ് സെബാസ്റ്റ്യൻ. എഡിറ്റിംഗ് കിരീടധാരി ബോണി ജോസ്. സ്റ്റേജിലും പരിസരങ്ങളിലും കഥാപാത്രങ്ങളായി ജീവിക്കുന്നവർ പ്രീത, വിൽസൺ, ദീപു, ജേക്കബ്. മണി 5:30 ആയിട്ട് എന്തൊരു ചൂടാണെന്റെ ദൈവമേ. രാവിലെ തുടങ്ങിയ തൂപ്പും തുടക്കുക. ഈ മാളിക വീട്ടിൽ 10 വേലക്കാർക്കുള്ള ജോലി കിടപ്പുണ്ട്. കറിയാച്ച മുതലാളി നല്ല ശമ്പളം തരുന്നോണ്ടാ ഈ ഓമന ഇവിടെ നിൽക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ എന്റെ പാട് നോക്കി ഞാൻ പോയേനെ. അയ്യോ, എന്റെ രാവിലെ ഇട്ട ഫേഷ്യലെല്ലാം പോയി. ഞാൻ ഇനി എന്താ ചെയ്യാ? പണിയെടുത്ത് നടു ഒടിഞ്ഞു. വലിയ വീടുണ്ടാക്കിയിട്ട് എന്താ കാര്യം? മക്കൾ 6 നാട്ടില. അമ്മാമ്മ മരിച്ചേ പിന്നെ മുതലാളി ഇവിടെ ഒറ്റയ്ക്ക. പറഞ്ഞിട്ട് എന്താ കാര്യം? മുറ്റമടിക്കുന്ന ചൂടുകൊണ്ടാണ് ഒരു വീടിനകത്ത് തൂക്കണത്. മുറ്റമടിക്കുന്ന ചൂടുകൊണ്ടാണ് ഒരു വീടിനകത്ത് തൂക്കണത്. മുതലാളിയെങ്ങാൻ കണ്ടുവന്നാൽ പിന്നെ കാലു പിടിച്ചിട്ട് കാര്യമില്ല. മുതലാളിയെങ്ങാൻ കണ്ടുവന്നാൽ പിന്നെ കാലു പിടിച്ചിട്ടു കാര്യമില്ല. കാടെല്ലാം വെട്ടി വൃത്തിയാക്കിയോ? കൊള്ളാം, നല്ല കാര്യമായി. കൃഷിയൊന്നും ചെയ്യാതെ ഏക്കർ കണക്കിന് പറമ്പൊക്കെ ചുമ്മാതിട്ടിരിക്കുകയല്ലേ. മൊത്തം കാട് പിടിച്ചു. പറമ്പൊക്കെ മേടിച്ചിട്ട് വല്ല കാര്യവും? നോക്കാനും കാണാൻ ആരെങ്കിലും ഒക്കെ നാട്ടില് വേണ്ടേ? ഈ പ്രായം ചെന്ന മുതലാളി ഒറ്റയ്ക്ക് എന്നാ ചെയ്യാനാ? ആ പിന്നെ മുതലാളി ഡ്രൈവറെ കൂട്ടി കാറെടുത്ത് പോണത് കണ്ടല്ലോ. ഓമനെ, എങ്ങോട്ടാ മുതലാളി പോയത്? അതോ, അങ്ങേര് ഹോസ്പിറ്റലില് പോയതാ. അതിന് വലിയ അസുഖമൊന്നും ഇല്ലല്ലോ. ആര് പറഞ്ഞു അസുഖങ്ങളൊന്നും ഇല്ലെന്ന്? പള്ളിയിലെ പെരുന്നാളല്ലേ? നീ വന്നിട്ട് വേണം പോകാൻ. സന്ധ്യയാകുന്നു. ഒന്ന് പെട്ടെന്ന് വാണേ. പള്ളിയിലെ പെരുന്നാളിന് പോണമല്ലോ. മുതലാളി എത്തിയെന്നാ തോന്നുന്നേ. ഓമനെ, ഇതകത്ത് കൊണ്ടുപോയി. ഒരു ചുമടുണ്ട്. 3 നേരം തെറ്റാതെ കഴിക്കണമെന്നാ ഡോക്ടറുടെ കൽപ്പന. ആ ഓമനെ, പിള്ളേർ അവനെ വിളിച്ചായിരുന്നോ? ലൂസി മോളെ കാനഡയിൽ വിളിച്ചിട്ട് ഒത്തിരി നാളായി. ചാക്കോ മോൻ വിളിച്ചായിരുന്നു. ഇപ്പൊ കൊച്ചിയിലാന്ന് പറഞ്ഞു. UK നിന്ന് കഴിഞ്ഞ ആഴ്ച വന്നെങ്കിലും ഒരു ദിവസം പോലും ഇവിടെ നിന്നില്ല. കൊച്ചിയില് KCBC നാടകങ്ങൾ നടക്കുക. ആ നാടക ഭ്രാന്തൻ ഇതെല്ലാം കഴിഞ്ഞ് ഇനി വരും. ആ പോട്ടെ, അങ്ങനെ ജോലിയെല്ലാം നീ തീർത്തോ? എപ്പോഴേ തീർത്തു. ചെന്നിട്ട് വേണം പള്ളി പോകാൻ. ആ മോളെ ലൂസി, അപ്പച്ചൻ അവിടെ ഒറ്റയ്ക്ക്. അപ്പച്ച, കുറെ നാളായി ഞങ്ങൾ പറയുന്നില്ലേ ഇങ്ങോട്ട് വരാൻ? എന്നിട്ട് വേണം എന്നെ അവിടെ ഒരു മുറിയിൽ പിടിച്ച് പൂട്ടിയിടാൻ. ഈ വീടും പറമ്പും പിന്നെ അന്നാമ്മയുടെ ഓർമ്മകളും
ഇല്ല മക്കളെ, ഞാനിവിടെ കഴിഞ്ഞോളാം. രാത്രിയിൽ അപ്പച്ചൻ ഒറ്റയ്ക്കല്ലേ? ഒരുത്തരും ഇവിടെ കയറൂല. ഈ കളിയാ 18 കളരിക്ക് ആശാനായ വിക്രമക്കുറുപ്പിന്റെ ശിഷ്യനാ. ആ ശരി 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 ശരി, എന്നാ നീ ഫോൺ വെച്ചോ. ഐഡി ഗോപനെ, നീ ഇത് എവിടെ പോയി കിടക്കുവാടി? മുതലാളി, ഞാൻ പോകുക. ചെന്നിട്ട് വേണം കെട്ടിയനെ പിള്ളേരെ കൂട്ടി പോകാൻ. ഇപ്പൊ തന്നെ താമസിച്ചു. നീ എവിടെ വെച്ചാ പോ. മരുന്ന് കൂടി എടുത്തു വെച്ചിട്ട് പോണം. ഇവിടെ എന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. അയ്യോ, കള്ളൻ കള്ളൻ. പണവും സ്വർണവും എവിടെ ഇരിക്കുന്നോ ആവോ? ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ. ആരാണ് നീ? എന്നെ കെട്ടടിച്ചു വിടണ. കൊല്ലില്ലടോ കറിയാച്ച മുതലാളി. അലമാരയുടെ താക്കോൽ എവിടാന്ന് പറ മുതലാളി. കെട്ടടിച്ചു വിടണ. നീ ആരാണ്? കെട്ടഴിച്ച് വിട്ടാലേ താൻ തന്റെ കളയെ പുറത്തെടുക്കും. അതെനിക്കറിയാം. നീ ആരാണ്? അപ്പോ നിനക്ക് എന്നെ അറിയാം. ആടാ മോനെ, നീ വടക്കേലെ വറിയുന്നുണ്ട് മോൻ അന്തപ്പനല്ലോടാ. നീ എന്താടാ ഇങ്ങനെ? നിനക്ക് നല്ല ജോലിയില്ലായിരുന്നു. ജോലി എന്ന് പറഞ്ഞു വിട്ടു. ഞാൻ ആരായ ഇയാൾക്കെന്താ? പണം എവിടെ ഇരിക്കുന്നുണ്ടെന്ന് പറ. പണം കിട്ടിയാൽ ഞാൻ പോയിക്കൊള്ളാം. എടാ പയ്യനെ, എനിക്ക് പരവേശം കയറണ വിശക്കുന്നടാ. എടാ കൊച്ചനെ, നീ 2 ചപ്പാത്തിയും കുറച്ച് ബീഫും എടുത്ത് വിഷം ചാകാറായടാ. ഡോക്ടർ ആപ്പേ, ഞാൻ തന്നെ വേലക്കാരനല്ല ഇങ്ങനെ ഓരോന്ന് കൽപ്പിക്കാൻ. ഞാൻ ജോലിയില്ലാതെ അറിയുന്ന ഒരു പ്രൊഫഷണൽ കള്ളനാണ്. നീ ആരായാലും എനിക്ക് വിശക്കുന്നു. ഭക്ഷണം തന്നാല് കാശിരിക്കുന്ന സ്ഥലം ഞാൻ പറഞ്ഞു തരാം. നാശം, കിളവന്റെ ഒടുക്കത്തെ ഒരു ടൈം ടേബിൾ. ഇയാള് പട്ടാള ക്യാമ്പിലെ മൂപ്പിന്നാണ്. നീ എന്താണ് ഇത് ചെയ്ത് കൂട്ടുന്നേ? ഇന്നത്തേക്ക് ഇത് മതി മുതലാളി. കുഞ്ഞുങ്ങൾക്ക് ഒരു നേരത്തെ ഭക്ഷണം തേടി ഇറങ്ങിയതാണ്. അത് കിട്ടി. എനിക്ക് പണമൊന്നും വേണ്ട. ഞാൻ ഇതുകൊണ്ട് പോവുക. എടാ മോനെ, നീ ഒന്ന് അടങ്ങ്. നീ ഒന്ന് സമാധാനപ്പെട്. എന്തോ നിന്റെ പ്രശ്നം? പണി പോയിട്ട് 4 മാസമായി അച്ചായ. ടാർജറ്റ് കംപ്ലീറ്റ് ചെയ്യാത്തത് കൊണ്ട് കമ്പനി പിരിച്ചു വിട്ടു. ഇപ്പൊ കൂലിപ്പണിയില്ല. മൊത്തം ബംഗാളിയിൽ കൊണ്ട് പോയില്ലേ. എന്റെ മക്കള് പട്ടിണി ആയപ്പോഴാ ഞാൻ കക്കാൻ ഇറങ്ങിയത്. നീ ഒന്ന് സമാധാനപ്പെട്. നീ ഒരു കാര്യം, നീ കെട്ടം കഴിച്ചു വരും. നമുക്ക് പരിഹാരം ഉണ്ടാക്കാന്നേ. അത് വേണ്ട അച്ചായ, ഞാൻ പൊക്കൊള്ളാം. നിങ്ങളെ അയച്ചുവിട്ടാല് നിങ്ങൾ പോലീസിനെ വിളിക്കും. എന്റെ മക്കൾക്ക് ഈ ഭക്ഷണം എന്ന് കിട്ടിയേ തീരൂ. ഞാൻ പോട്ടെ. എടാ നീ കെട്ടം കഴിച്ചു വിട്. നിനക്കാവശ്യമുള്ള പണം ഞാൻ തരാമടാ. വേണ്ട, എനിക്കിന്ന് ഇത് മതി. നിങ്ങളുടെ പണം വേണ്ട. ഞാൻ പോവാ. അപ്പോ നിന്റെ പിള്ളേർക്ക് നാളെ വിശക്കുമ്പോ നാളെ നീ കക്കാൻ ഇറങ്ങുമോ? ഒലിക്കാട്ടിലെ കറിയാച്ചനെ കെട്ടിയിടാൻ മാത്രം നീ വളർന്നോടാ
പീറ ചെറുക്കാൻ. അച്ഛാ, എത്ര വേണേലും എന്നെ തല്ലിക്കോ. വിശന്ന് പൊരിയുമ്പോ എങ്ങനെ അഭിമാനം കളഞ്ഞ് മറ്റുള്ളവരുടെ മുമ്പിൽ കൈനീട്ടുന്നത്? അന്തപ്പ, നീ വിഷമിക്കാതെടാ. ഇട്ടു മൂടാനുള്ളത് ഇവിടെ എനിക്കുണ്ടാ. നീ ആവശ്യമുള്ള എടുക്കണം മോനെ. ദൂരെ ഇരുന്ന് സ്നേഹം വിളമ്പാൻ എല്ലാവർക്കും അറിയാം. അത് എളുപ്പവുമാണ്. അടുത്തുള്ളവർക്ക് സ്നേഹത്തോടെ വിളമ്പി കൊടുക്കാൻ ആർക്കും അറിയില്ല. അന്തപ്പ, നീ ആവശ്യം പോലെ എടുത്തോടാ മോനെ. When you give to the poor, it is like lending to the Lord, and the Lord will pay you back. Proverbs 19:17.